കുറവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പ്രദക്ഷിണം കാണുവാൻ ഞാനും പോയിരുന്നു. 2024 ജനുവരി 22, 23, 24 തീയതികളിലെ 3 നോമ്പ് തിരുനാളിൻ്റെ ഭാഗമായി 2ാം ദിവസം ഉച്ചയ്ക്കായിരുന്നു ചരിത്രപ്രസിദ്ധമായ കപ്പലോട്ടം. തടിയിൽ തീർത്ത കപ്പൽ ചുമലിലേറ്റുവാൻ അവകാശമുള്ളത് കടപ്പൂർ നിവാസികൾക്കാണ്. വൻ തിരമാലകളിൽപ്പെട്ട് ആടി ഉലയുന്നത് പോലെ അവർ കപ്പലിനെ ആയാസപ്പെട്ട് ചലിപ്പിച്ച് പള്ളിയുടെ തിരുമുറ്റത്തെത്തിക്കും. പള്ളിയുടെ ആനവാതിലിന് നേർക്ക് വന്ന് 3 തവണ വന്ദിക്കും. മനസാന്ദ്രത്തിന്റെ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന യോനായുടെ ജീവനാണ് കപ്പൽ പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുക. പിന്നെ പള്ളിയുടെ മുൻവശത്തെ പടവുകൾ ഇറക്കി കുരിശിൻ തൊട്ടിയിലേക്ക് കൊണ്ടുവരും. അപ്പോഴേക്കും മേളങ്ങളുടെ അകമ്പടിയോടെ മുത്തിയമ്മയുടെ തിടംപേറ്റിയ ഗജവീരനും എത്തിച്ചേരും. യോന പ്രവാചകന്റെ നിനവേ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങാണ് ഈ കപ്പൽ പ്രദക്ഷിണം. പണ്ട് കാലത്ത് കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂർ നിവാസികളുടെ കപ്പലുകളിലൊന്ന് കാറ്റിലും കോളിലും അകപ്പെട്ട് നട്ടം തിരിഞ്ഞു. തങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ മുത്തിയമ്മയോട് പ്രാർത്ഥിച്ചു. രക്ഷിക്കുകയാണെങ്കിൽ ഒരു കപ്പലിന്റെ മാതൃക തടിയിൽ തീർത്ത് മുത്തിയമ്മയ്ക്ക് സമർപ്പിക്കാമെന്നവർ മനമുരുകി പ്രാർത്ഥിച്ചു. വൻ തിരയിൽപ്പെട്ട കപ്പലിൽ യോന പ്രവാചകനും ഉണ്ടായിരുന്നു. നിനവയിലേക്ക് പോയി ദൈവവചനം പ്രഘോഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട യോന അതിന് തയ്യാറാകാതെ ഈ കപ്പലിൽ യാത്ര ചെയ്യവേ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മറ്റു യാത്രികരെ രക്ഷിക്കുവാൻ യോനായെ തെറ്റുകാരനായി പ്രഖ്യാപിച്ച് കടലിലെറിയുകയാണ് ഉണ്ടായത്. തുടർന്ന് തന്നെ വിഴുങ്ങിയ ഒരു തിമിംഗലത്തിൻ്റെ ഉള്ളിൽ യോനായ്ക്ക് 3 നാൾ കഴിയേണ്ടി വന്നു. അവിടെ ഇരുന്ന് പശ്ചാത്തപിച്ച മാനസാന്തരപ്പെട്ട യോനായെ 3ാം നാൾ മത്സ്യം പുറന്തള്ളി. ആ 3 ദിവസത്തെ സഹനത്തെ ഓർമ്മപ്പെടുത്തുന്നു ഈ 3 നോമ്പ് തിരുനാൾ. 3 പ്രാവശ്യം വന്ദനം ചെയ്യുകയാണ്. നമ്മുടെ നയനങ്ങൾ നമുക്ക് കൽക്കുരിശിൻ തൊട്ടിയിലേക്ക് നോക്കാം. കൽക്കുരിശിന്റെ മുന്നിൽ 3 തവണ വണങ്ങുന്നു. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. കപ്പൽ പ്രദക്ഷിണം കുരിശിൻ തൊട്ടിയിൽ എത്തുന്ന സമയത്ത് യോനായെ പ്രതീകാത്മകമായി കടലിലെറിയുന്നത് കാണിക്കുക പതിവാണ്. അതേ തുടർന്ന് കടൽ ശാന്തമാകുകയും യാത്രക്കാർ സുരക്ഷിതരാകുകയും ചെയ്യുന്നു എന്ന് വിശ്വാസം. അതിനുശേഷം കടപ്പൂര് കരക്കാർ കപ്പലിനെ സാവധാനം ചലിപ്പിച്ച് തിരികെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. പരിശുദ്ധ ദൈവമാതാവ് സ്ഥാനനിർണയം നടത്തിയ കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന ദേവാലയത്തിലെ പ്രധാന തിരുനാളാണ് 3 നോമ്പ് തിരുനാൾ. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ മറ്റ് പ്രധാന തിരുനാളുകൾ ഇവയാണ്: 8 നോമ്പ്, വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ 10ാം തീയതി തിരുനാൾ, മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ, പള്ളിയുടെ കല്ലിട്ട തിരുനാൾ. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഈ ദേവാലയത്തിന്. കൽക്കുരിശ് പണിതത് 1575-ലാണ്. ഫാദർ തോമസ് മണക്കാട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ പള്ളിയെ പരിഷ്കരിച്ചത്. ദൈവിക ചൈതന്യത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനുള്ള ഏറ്റവും വലിയ അവസരമായാണ് വിശ്വാസികൾ നോമ്പ് തിരുനാളിനെ കാണുന്നത്.